നമ്മൾ ഈ ഏരിയയിലൊരു ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചെയ്യാനുള്ള ഏരിയയിൽ കുറച്ച് ഭാഗത്ത് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ചെയ്യാനുള്ളത്. 20 അടിയുടെ ഷീറ്റ് 4 എണ്ണവും 14 അടിയുടെ 6 ഷീറ്റുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ടോട്ടൽ 10 ഷീറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ആകെ കുളമായി കിടക്കുകയാണ്. കാരണം വെള്ളമൊക്കെ ഇതുപോലെ ഇലയൊക്കെ വീണിട്ടും ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഒന്നത് പരമാവധി വെള്ളമൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 4x4 പ്ലേറ്റ് വെച്ചിട്ട് ഇവിടെ 3 തൂണാണ് വരുന്നത്. ഒരെണ്ണം ഭിത്തിക്കും കൂടെ അടിക്കുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 4 തൂണ് വെക്കാവുന്നതാണ്. അപ്പോൾ തൂണോ വെക്കാൻ പറ്റില്ല, 3 തൂണ് ഈക്വലായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇവിടെ ഗ്ലാസിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് 3 ഈക്വലായിട്ട് വെച്ചിട്ടൊന്ന് ഭിത്തിക്കും കൂടെ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഗ്ലാസ് വരുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂട്ടിയിട്ട് ഓരോ തൂണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബീമ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10ൻ്റെ ബോൾട്ട് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഷീറ്റൊക്കെ നമ്മൾ ആദ്യം തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. 20 അടിയുടെ ഷീറ്റും 14 2ാം നിലയുടെ മുകളിലേക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത്. അല്ലാതെ താഴേന്ന് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതെടുത്തിട്ട് മുകളിലേക്ക് കയറ്റി വെച്ചു. വർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇത് തൂണ് വെച്ചിട്ടുണ്ട്. വർക്ക് ഏകദേശം നിർത്തി. ഇതൊക്കെ നമുക്ക് മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വർക്ക് നീണ്ടു പോവുകയാണ് ചെയ്തത്. ഈ മഴക്കാലത്ത് വർക്ക് ചെയ്യൽ കുറച്ച് ഇനി ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കറണ്ട് കാര്യങ്ങൾ കിട്ടില്ല. അതുപോലെ മഴയാകുമ്പോൾ ഷോക്ക് അടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബീം കയറ്റിയിട്ടുണ്ട്. 3.1 ബീം വരുന്നത്. തൂണും നമ്മൾ 3.1 തന്നെയാണ് കൊടുത്തത്. കഴുക്കോലും 3.1 ഒറ്റ സൈസാണ് പൈപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വരുന്ന ഷീറ്റ് സാധാരണ കുറഞ്ഞ ടൈപ്പ് 3/5 തിക്നെസ് വരുന്ന ഷീറ്റാണ്. കസ്റ്റമർ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഉള്ള ഷീറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള ഷീറ്റ് ചെയ്തിട്ടുള്ളത്. 20 അടിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴുക്കോല് കാര്യങ്ങളൊന്നും അത് വെയിറ്റൊന്നും കുറച്ചിട്ടാക്കിയിട്ടില്ല. പരമാവധി ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മഴയും പ്രശ്നങ്ങളും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി നിന്നിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് 4 കഴുക്കോല് നമ്മൾ 14 അടിയുടെയും 2 20 അടിയുടെയാണ് കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ് വെക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. 5/2 പ്ലേറ്റാണ് അടിച്ചിട്ടുള്ളത്. 10ൻ്റെ ബോൾട്ട് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഷെയ്ഡ് തള്ളിയിരിക്കുന്നതുകൊണ്ട് ഷീറ്റ് ഫുള്ളായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റത്തെ ലൈൻ പട്ടികയിൽ ഷീറ്റ് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. ബിൽഡിങ് നല്ല ഹൈറ്റ് വരുന്ന ബിൽഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വർക്ക് ചെയ്യാൻ മഴയുടെ പ്രശ്നങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ ഗ്ലാസ് വരുന്നതുകൊണ്ട് കുറച്ച് നല്ല റിസ്ക് ഉണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ സാധനം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലാസ്സിലേക്ക് വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. സൈഡൊക്കെ കഷ്ണമായിട്ടുള്ള ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. നമ്മൾ നടക്കുമ്പോൾ തന്നെ സൈഡിലേക്ക് തട്ടിയാൽ പോലും സിലിക്കോൺ ഇളകി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് പണിയെടുക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇവിടെ സൈറ്റിലില്ലായിരുന്നു. അതുകൊണ്ട് ഏണിയിലൊക്കെ കയറിയിട്ടാണ് പണിയെടുത്തത്. അതും വർക്ക് ലേറ്റ് ആവാനുള്ളൊരു കാരണമായി. നല്ല കാറ്റും മഴയുള്ള ടൈമിലാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ നിർത്തിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മഴയുടെ അവസ്ഥയാണിത്. ഫുള്ള് വെള്ളം കയറി ഈ ഭാഗമൊക്കെ കുളമായി കിടക്കുകയാണ്. വീഡിയോ നമുക്ക് കുറച്ച് ദിവസമായിട്ട് കറണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ കൃത്യമായിട്ട് ഇടാൻ പറ്റാതിരുന്നത്. 1-2 ദിവസം കറണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. നെറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. 3ാമത്തെ ദിവസമാണ് ഈ വർക്ക് നമ്മൾ ഫിനിഷാക്കുന്നത്. പാത്തി അതുപോലെ റൗണ്ട് പാത്തിയാണ്. ഏസറിൻ്റെ പാത്തിയാണ്. 2.5 തിക്നെസ്സുള്ള പാത്തിയാണ്.
അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് കുറഞ്ഞെടുക്കുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചെയ്യുന്നത്. ഏസറിൻ്റെ ഭാഗത്ത് 2.5 ഒന്നും ഇട്ടെടുത്ത് കാര്യമായിട്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഒടിയുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള പാത്തി തന്നെയാണ് ഇത്. നമ്മൾ മുകളിൽ നിന്ന് ഷീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ്. പട്ടികയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റ് കുറച്ച് ടച്ച് ചെയ്യാനുണ്ടായിരുന്നു. തലേദിവസം നമ്മൾ ഏകദേശം ടച്ച് ചെയ്താണ്. ചെറിയൊരു ഭാഗം മാത്രം ബാക്കി ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം ടച്ച് ചെയ്യാൻ വെച്ചതാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി പെയിൻ്റ് അടിക്കലും അതുപോലെ പെയിൻറ്റ് ടച്ച് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഷീറ്റ് ഇടുന്നത് ഇതുപോലെ ചെറിയ മഴയൊക്കെ ഉള്ള ടൈമിലാണ് ഇട്ടത്. അതുകൊണ്ട് നമുക്കതും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് വരികയാണ്. ഇവിടെയൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കോട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് ദിവസം ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കസ്റ്റമർക്ക് ഇത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കും കുറച്ച് ലോങ് ആയിരുന്നു. അപ്പോൾ വർക്ക് തീരാത്തതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കോട്ടൊക്കെ ഇട്ടിട്ട് ആണ് ചെയ്തത്. റിസ്ക് ആയിരുന്നു. ശരിക്കും മഴയുള്ള സമയത്ത് പണിയെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തായാലും അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ അങ്ങനെ വലിയ മഴ പെയ്യുന്ന സമയത്ത് എടുത്തിട്ടില്ല. ചെറിയൊരു മഴയൊക്കെ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു വർക്ക്. അപ്പോൾ ശരിക്കും റിസ്ക്കാണ്. പാത്തി നമ്മൾ ലാസ്റ്റ് എടുത്തിടുകയാണ് ചെയ്തത്. ക്ലാമ്പൊക്കെ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം പാത്തി എടുത്തിടുകയാണ് ചെയ്തത്. നമ്മുടെ ഈ ഏരിയയിൽ ഒരു 1.5-2 അടിയോളം പുറത്തേക്ക് ഭിത്തിയുടെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് ഷീറ്റ്. പക്ഷേ നമുക്കിവിടെ വരുന്ന കാറ്റ് നേരെ പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. അടിച്ച് കാറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്യാവശ്യം ഹൈറ്റൊക്കെ കൊടുത്ത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാലും കാറ്റൊക്കെ വരുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് അടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷീറ്റ് നമ്മൾ സാധാരണ ഷീറ്റിന് 3 സ്ക്രൂ വരുന്ന രീതിയിലാണ് അടിക്കാറുള്ളത്. ഇതിൻ്റെ താഴത്തെ പാത്തി ഫുള്ളായിട്ടും അതുപോലെ മുകളിലത്തെ പാത്തിയും ഷെയ്ഡിൻ്റെ ഉള്ളിൽ ഒരെണ്ണം പോയിട്ടുണ്ട്. അതുകൂടാണ്ടുള്ള ഭാഗം ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഷീറ്റ് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു കാറ്റടിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞു. പക്ഷേ കറണ്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടു. ഇനി ഈ പട്ടിക കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ പാത്തി എടുത്ത് വെക്കാനുമുണ്ട്. കുറച്ച് സമയമായിട്ട് കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് സിമെൻറ്റ് ഇടാനൊക്കെ ഉണ്ട് തൂണിനൊക്കെ. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വർക്ക് തീരുള്ളൂ. അപ്പോൾ ആ ഒരു വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തുണി ഇടാൻ വേണ്ടിയിട്ടൊരു അയ ഇട്ടാൻ വേണ്ടിയിട്ടൊരു പൈപ്പും കൂടെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ അടിക്കാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് ഭയങ്കര പ്രശ്നമാണ്. കറണ്ട് വന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ കട്ട് ചെയ്ത് പാത്തിയും കൂടെ കയറ്റിയിട്ടിട്ടുണ്ട്. പാത്തിക്ക് സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഫുൾ വർക്ക് ഫിനിഷായപ്പോൾ ഇത് കംപ്ലീറ്റ് പാത്തിക്ക് നമ്മൾ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ അടിക്കാറില്ല. ഇവിടുത്തെ ഒരു സൈഡിൽ നിന്നുള്ള കാറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ വെളുത്ത ലൈനിലും എല്ലാ പാത്തിയിലും അടിച്ചിട്ടുണ്ട്. ശരിക്കും ഒരുപാട് നമ്മൾ ഇത് കാറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം അടിച്ചതാണ്. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഹോള് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നോർമൽ കേസിലൊന്നും ഒരു 3 സ്ക്രൂ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ ഷീറ്റൊന്നും കാറ്റ് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ പട്ടികയൊക്കെ കറണ്ട് വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി സ്ക്രൂ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മഴയുള്ള സമയത്ത് ചെയ്ത എല്ലാ സൈറ്റുകളിലും സെൽഫ് മെഷീൻ വെച്ചിട്ടാണ് സ്ക്രൂ അടിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ബാറ്ററീൻ്റെ പവർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റാകുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ 12 വാട്ട്സിൻ്റെ ഒരു ഡ്രില്ല് വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്തിട്ടുള്ളത്. നമ്മൾ 12 വാട്ട്സിൻ്റെയും 21 വാട്ട്സിൻ്റെയും മെഷീനുണ്ട്. നമ്മൾ 12 വാട്ട്സ് വെച്ചിട്ട് തന്നെ നമുക്കിത് സ്ക്രൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2
സൈറ്റുകളിലൊക്കെ നമ്മൾ മഴയുള്ളപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. മറ്റേ മെഷീൻ കവറൊക്കെ ഇട്ട് നമ്മൾ സ്ക്രൂ ചെയ്താലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്. നമ്മൾ മെഷീൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നമ്മളൊരു പ്രൊമോഷനായിട്ട് പറയുന്നൊന്നുമല്ല, നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ആംഗിൾ ഗ്രൈൻഡർ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഇനി മഴക്കാലത്തൊക്കെ വർക്ക് ചെയ്യാൻ കോഡ്ലെസ് ആയിട്ട് വരുന്ന ബാറ്ററിയുടെ ആംഗിൾ ഗ്രൈൻഡർ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമാണ്. ഷോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി സിമെൻ്റ് ഇടാനുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാൻ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായത് ഇവിടെയൊക്കെ മണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏണിയൊക്കെ നീക്കി വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ തൂണിലേക്കാണ് ഒരു പൈപ്പ് 1 ഇഞ്ച് കൊടുത്തിട്ട് ടയ കെട്ടാൻ വേണ്ടിയിട്ട്, ബാക്കി ഭിത്തി സൈഡിലേക്ക് ബോൾട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഈ സൈഡിലേക്ക് ബാക്കി ബോൾട്ട് അടിക്കാനാണ്. തൂണിലേക്ക് ഇതുപോലെ 1 ഇഞ്ച് പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റിൻ്റെ വർക്ക് ഭംഗിയാക്കിയിട്ടുണ്ട്, ഫിനിഷായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തെ വെള്ളം പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഭാവിയിലില്ലെങ്കിൽ താഴോട്ടൊക്കെ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചില വീഡിയോകളൊക്കെ ഒന്ന് മിക്സായി പോയിട്ടുണ്ട്. 2 ഫോണിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ ഒന്ന് മിക്സായി പോയതുകൊണ്ടാണ് ഇടയ്ക്ക് വീണ്ടും അത് തന്നെ ആവർത്തിച്ച് വരുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 ഫോണിലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്.